ഇന്ത്യ മുന്നണി യോഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന്റെ കാഹളമാണ് മുഴക്കിയിരിക്കുന്നത്. ബി.ജെ.പി. സർക്കാരിന്റെ നിലനിൽപ്പ് ഭീഷണിയിലാണെന്നും അധികം വൈകാതെ ആ ഭരണകൂടം തകരുമെന്നും രാഹുൽ ഗാന്ധി അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. കേവലം രാഷ്ട്രീയ ആരോപണമല്ല, മറിച്ച് ജനവികാരത്തെയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു കൃത്യമായ പ്രവചനമാണിത്. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും ബി.ജെ.പി. പൂർണ്ണമായും വരുതിയിലാക്കിയിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. എന്നാൽ ജനമനസ്സുകളെ അടിച്ചമർത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. CBSE, നീറ്റ് തുടങ്ങി ഓരോ വിഷയത്തിലും തെരുവിലിറങ്ങുന്ന യുവാക്കളുടെയും സാധാരണക്കാരുടെയും രോഷം ബി.ജെ.പിയുടെ പതനത്തിന്റെ ആദ്യ സൂചനകളാണ്. ജനാധിപത്യത്തെ ശ്വാസം മുട്ടിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ നടത്തുന്ന പ്രതിരോധം ഈ സർക്കാരിന്റെ അടിത്തറ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. സ്വീകരിച്ചത് ജനാധിപത്യപരമായ മാർഗങ്ങളല്ല എന്നും മറിച്ച് അട്ടിമറികളിലൂടെയാണ് അവർ അധികാരം നിലനിർത്തിയത് എന്നും പ്രതിപക്ഷം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഏജൻസികളെയും ഭരണകൂടത്തെയും ഉപയോഗിച്ച് എത്ര കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നും രാഹുൽ ചോദിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് ഇതിനകം തന്നെ ജയിച്ചു കഴിഞ്ഞു എന്ന രാഹുൽ ഗാന്ധിയുടെ വാക്ക് ബി.ജെ.പിയുടെ ഭരണകൂടം അതിന്റെ അവസാന നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിന്റെ ഉറച്ച ശബ്ദമാണ്. ജനരോഷത്തെ അതിജീവിക്കാൻ ഒരു അട്ടിമറിക്കും കഴിയില്ല എന്ന വലിയ പാഠമാണ് രാജ്യം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ സംഭവ വികാസങ്ങൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വരാനിരിക്കുന്ന മാറ്റങ്ങളെ ആർക്കും തടയാനാകില്ല എന്ന് രാഹുൽ മുന്നറിയിപ്പ് നൽകുന്നു. ജനങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കുന്ന, ജനാധിപത്യത്തെ ശവപ്പറമ്പാക്കുന്ന ഒരു സർക്കാരിനും അധികകാലം നിലനിൽക്കാനാകില്ല. ബി.ജെ.പി. സ്വയം നിർമ്മിച്ച അമിത വിശ്വാസത്തിന്റെ കോട്ടകൾ ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പ്രതിരോധത്തിലൂടെയും ഐക്യത്തിലൂടെയും മുന്നോട്ട് പോകാൻ ഇന്ത്യ മുന്നണി സജ്ജമാണെന്നും രാഹുൽ പറയുകയാണ്. ഏകാധിപത്യത്തിന് എക്കാലവും നിലനിൽപ്പില്ല. ബി.ജെ.പിയും RSSും രാജ്യത്തിന്റെ സ്ഥാപനങ്ങളെ പിടിച്ചടക്കിയാലും ഇന്ത്യയുടെ ആത്മാവായ ജനാധിപത്യത്തെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. സർക്കാരിന്റെ ഈ പതനം ഒരു രാഷ്ട്രീയ അനിവാര്യതയാണ്. പ്രതിപക്ഷം ഒരുമിച്ച് നിന്നാൽ ബി.ജെ.പിയുടെ വീഴ്ച വളരെ എളുപ്പമാണെന്നും ഓരോ സംസ്ഥാനത്തു നിന്നും അവരുടെ ആധിപത്യം തകർന്നു വീഴുമെന്നും രാഹുൽ ഗാന്ധി ആത്മവിശ്വാസത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്.